ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ നമുക്ക് മാങ്ങാച്ചാർ തയ്യാറാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, വളരെ ഇതുവരേക്കും അച്ചാർ തയ്യാറാക്കിയിട്ടില്ലാത്തവർക്ക് വരെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മാങ്ങ നല്ലതുപോലെ കഴുകി അതിൻ്റെ ആ കറയെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അധികം തിന്നല്ലാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് തിക്നെസ് വേണം അതിന്. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ചേർക്കുക. ഞാൻ ഇപ്പം പൊടിയുപ്പല്ല, പരലുപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി, ഏത് മുളക് പൊടി വേണോ ചേർക്കാം, നിങ്ങളുടെ എരി അനുസരിച്ച് ചേർക്കുക. പിന്നെ ഉലുവയും, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് സമയം എടുത്ത് തന്നെ ഇതിനെ ഇളക്കി യോജിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തും എത്താനായിട്ടാണ്. അല്ലെങ്കിൽ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തില്ലെങ്കിൽ കുറേ ഭാഗത്ത് ആ ഉപ്പും മുളകൊന്നും പിടിക്കാതെ തന്നെ ഇരിക്കും. അതിനായിട്ട് കുറച്ച് സമയമെടുത്ത് തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് വെയിലത്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രാവിലെ ഒന്ന് വച്ച് കഴിഞ്ഞാൽ അത് വൈകുന്നേരം എടുക്കാവുന്നതാണ്. അതിനെ നിരത്തിയിട്ട് അങ്ങനെ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസത്തെ ഒരു വെയിൽ കൊണ്ടാൽ മതി. അത് രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എടുക്കാം. അതിൻ്റെ ആ ജലാംശം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ വെയിലത്തുനിന്ന് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയാണ് ചേർക്കുന്നത്, മറ്റേ കായമല്ല. മറ്റേ പീസായിട്ടിരിക്കുന്ന ആ കായമല്ല, ഈ പൊടി തന്നെ ചേർക്കുക. അതിനുശേഷം നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. വേറെ എണ്ണയൊന്നും ചേർക്കരുത്, നല്ലെണ്ണ തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കുറേ ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ നല്ലെണ്ണയായിരിക്കും അച്ചാറുകൾക്ക് ഏറ്റവും നല്ലത്. നല്ലെണ്ണയും ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ എല്ലാം ആ കായവും എണ്ണയും എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ചൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ വിനാഗിരിയുടെ ആവശ്യമില്ല. ഇതിപ്പം കുറേ ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരിയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഏത് കണ്ടെയ്നറിലാണോ നിങ്ങൾ ഇതിട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മാറ്റിയാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ അച്ചാർ മാത്രം മതി ചോറ് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.